ഹലോ അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു സർപ്രൈസ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 4 kg അളവിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാനിന്നിവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ളിലൊരു സർപ്രൈസും ഉണ്ട് കേട്ടോ, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ മാഡം, സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഡത്തിന് ഞങ്ങൾ പേരൻസ് എല്ലാവരും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു മലപ്പുറം കോട്ടക്കുന്ന് പാർക്കിൽ വെച്ചിട്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ആ ഒരു സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഫോണാണ് ഞങ്ങൾ സർപ്രൈസായിട്ട് കൊടുക്കണം വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ കേക്കിനുള്ളിലായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കേക്ക് വ്ളോഗിൽ ആ കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ അത് മാഡത്തിന് കിട്ടുമ്പോഴുള്ള എക്സ്പ്രഷൻസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്മൈലി ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂത്ത് പൗഡറാണ്. നമ്മുടെ പൽപ്പൊടി ഉണ്ടല്ലോ അത് തന്നെ, അത് സ്മൈലി ഹെർബ്സ് എന്ന് പ്രത്യേകം ചോദിച്ച് വാങ്ങുക. അപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ MRP വന്നിട്ട് 20 ഗ്രാമിന് 40 രൂപയാണ് വരുന്നത്. നല്ല, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല മാറ്റം. നമ്മുടെ പല്ലിനൊക്കെ തന്നെ അത് വെച്ചിട്ട് പല്ല് തേക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു തേച്ച് എന്നുള്ള, നമ്മൾ പല്ല് തേച്ചു എന്നുള്ളൊരു ഫീലിംഗ് തന്നെ കിട്ടും. നല്ല അടിപൊളിയാണ്. പല്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും ഇതുകൊണ്ട് പല്ലൊക്കെ തേക്കുന്ന സമയത്ത്. അതുപോലെ നല്ല ഹെർബ്സാണ്, ഹെർബൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ മാവിലയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു ടൂത്ത് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് നിങ്ങൾ മാർക്കറ്റിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ച് വാങ്ങുക. സ്മൈലി ഹെർബ്സ് എന്നാണ് പ്രത്യേകം പേര് ചോദിച്ച് തന്നെ വാങ്ങിക്കുക കേട്ടോ. ഒരു തവണ നിങ്ങളിത് വാങ്ങിച്ച് നോക്കിയാൽ വീണ്ടും നിങ്ങളത് വാങ്ങിക്കും. അത്രയും നല്ല പ്രൊഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തോടെ തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ മൈദ. അപ്പോൾ അതിൽ നിന്ന് 2 കപ്പ് മൈദ ഇങ്ങനെ അളന്ന് എടുക്കുന്നുണ്ട്, നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് 4 കിലോ ഒരുമിച്ചല്ല ചെയ്യുന്നത്. 12 ഇഞ്ചിൻ്റെ മോൾഡിൽ ശരിക്കും പറഞ്ഞാൽ 3 കിലോയുടെ കേക്ക് വരെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മോൾഡിൽ തന്നെ 2 കിലോ വെച്ചിട്ട് 2 തവണയായിട്ട് ബേക്ക് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഞാൻ 2 കിലോനുള്ള ബാറ്ററാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് മൈദ മാറ്റി വെച്ചിട്ട്, ശരിക്കും നമുക്ക് 1.25 കപ്പാണ് ഇതിലേക്ക് വേണ്ടത് 2 കിലോ മൈദ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. 4 kgക്ക് എത്ര വേണമെന്നൊക്കെ, അല്ലെങ്കിൽ 2 kgക്ക് എത്ര വേണമെന്നൊക്കെ ഞാൻ പറയാം. 2 kgൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. 4 kgക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗളെടുത്തിട്ട് ഞാൻ ഇപ്പോൾ 2 kgക്ക് ശരിക്കും 6 മുട്ട അല്ലെങ്കിൽ 8 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ 6 മുട്ട എടുക്കാന്നുണ്ടെങ്കിൽ പാല് വേണം. അപ്പോൾ ഞാനിവിടെ 6 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 8 മുട്ട വെച്ചിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന റെസിപ്പിയിലേക്ക് പാൽ ആവശ്യമായിട്ട് വരില്ല കേട്ടോ. പിന്നെ നല്ല തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ 6 മുട്ട വെച്ച് ചെയ്യുന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 6 മുട്ട ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് മുഴുവനായിട്ട് അങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒട്ടും വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ പറയുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു 40 സെക്കൻഡൊക്കെ ബീറ്റായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ഈ 2 കിലോയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലഫി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കറക്റ്റായിട്ട് എല്ലാം നല്ല മെൽട്ടാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുകയും വേണം. അപ്പോൾ മെൽട്ടായിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്കിന് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് പാലും അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സമയത്ത് ഓവളിലൊന്നും അല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രം, വലിയൊരു പാത്രമാണ്, അത് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു സ്ക്യൂറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രത്തിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു റിങ്ങൊക്കെ വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇതിന് നമുക്കൊരു എനിക്ക് വന്നിട്ടുള്ളത് ഒരു 45 മിനിറ്റാണ് കേട്ടോ. 45 മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം ഞാനതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മോൾഡിൽ തന്നെയാണ് അടുത്ത കേക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ മാത്രം മാറ്റുന്നുള്ളൂ, വേറെ പുതിയൊരു ബട്ടർ പേപ്പർ വെക്കാൻ കഴുകുന്നൊന്നുമില്ല. സെയിം അതിലേക്ക് തന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ അടുത്ത ബാറ്ററിലേക്കുള്ള സെയിം സംഭവം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്ത് ആ കേക്കും റെഡിയായി നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് അത് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമൊക്കെ എല്ലാം കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്തായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നതല്ലേ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കുക. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. 2 കേക്കും 2 ലെയർ വീതമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ലെയറാണ് ഈ ഒരു കേക്കിനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഇതിലേക്ക് 4 ലെയർ ഞാനിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹൈറ്റ് വേണം, ഫോണിൻ്റെ അത്രയെങ്കിലും ഹൈറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫോൺ ബോക്സോട് കൂടെയല്ലേ നമ്മൾ വെക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 ലെയറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും നമുക്കൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 ലെയേഴ്സും വെച്ചതിന് ശേഷം നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നന്നായിട്ട് സെറ്റാക്കി എടുത്ത ശേഷമാണ് പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവന്ന് പോകാൻ ഏകദേശം ആ സമയത്താണ് ഞാൻ ഫൈനൽ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. കാരണം ഫോൺ അധികം സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പേടിയല്ലേ, തണുത്ത് പോകുമ്പോഴൊക്കെ ഒരു പേടിയല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിത് ഏകദേശം കൊണ്ടുപോകുന്ന സമയത്താണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫോണിൻ്റെ ബോക്സ് തീരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാതെ അതിൻ്റെ മേലെ ഒരു സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് 2-3 തവണയായിട്ട് ക്ലിങ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ അതൊക്കെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഫോണ് പ്രോബ്ലം ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2-3 തവണയായിട്ട് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മേലെ വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇനി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി, എന്നാലേ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ പിന്നെയാണ് എനിക്കത് അത്ര ഇതില്ലായിരുന്നു കേട്ടോ, കുറച്ച് തലക്കലായിട്ട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് JCB മാന്തുന്ന പോലെ തുറന്നെടുക്കാണ്ടോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയുടെ കേക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 കിലോ എന്നുള്ളത് ഒരു 3.5 കിലോ കേക്ക് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഏകദേശം 1/2 കിലോയുടെ കേക്ക് അവിടുന്ന് തുറന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗമൊക്കെ ഞാനൊന്നൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അവിടെ ഇത് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ ഈ ഒരു ഫോൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇറക്കി വെക്കുമ്പോൾ കുറച്ച് മേൽഭാഗത്ത് കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതാക്കണമല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ഒരു കേക്കിൻ്റെ തന്നെ ഒരു ലെയർ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാം, മേലെയുള്ള ലെയർ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫൈനൽ ഇത് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്താലും മതി, ആ ഒരു ഭാഗം മാത്രം ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്താലും മതി. അപ്പോൾ അതൊന്ന് ലെവലാക്കിയിടും. കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്, അപ്പോൾ കുറച്ച് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണത് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ചൊന്ന് പൊങ്ങിയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു ലെവലിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റിമൂവ് കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ക്രീം വെച്ചിട്ട് വീണ്ടും ഫിനിഷാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വൈറ്റിലാണ് ഫിനിഷാക്കി എടുക്കുന്നത്. പിന്നെ ഡിസൈനിങ് മാത്രമാണ്. അപ്പോൾ ഇതിൽ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പാച്ചുല വർക്കാണ് കേട്ടോ. നമ്മൾ നോസിലൊന്നും യൂസ് ചെയ്യാത്ത ഡിസൈനാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ട് സ്പാച്ചുല വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ലെവലാക്കി നമുക്ക് ക്ലീൻ ആക്കി, ഫൈനൽ ഫ്രോസ്റ്റിങ് നല്ല ക്ലീൻ ആക്കി എടുക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ക്ലീൻ ആക്കി എടുക്കുക.
അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഈ ഒരു 4 kg കേക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മാക്സിമം എത്രത്തോളം പറ്റുന്ന രീതിയിൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ക്രീമിൽ ഞാൻ റെഡ് കളറാക്കിയിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നോസിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നോസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക്, നോസിലൊന്നും കയ്യിലില്ലാത്തവർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു ബോർഡർ ആവും. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ചെയ്യണത് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ, യെല്ലോ കളറും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുഞ്ഞു സ്പാച്ചുല വെച്ചിട്ട്, സ്പാച്ചുല മീൻസ് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഈ പാലൻ നൈഫ് ഉണ്ടല്ലോ, കുഞ്ഞു പാലൻ നൈഫ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതും വലുതുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആദ്യം 4 സൈഡിലൊന്ന് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഒരു ഫ്ലവർ രീതിയിൽ നമുക്ക് കിട്ടും. ഇതിന് സെൻട്രലായിട്ട് ഞാനിതുപോലെ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയതാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2K ഫാമിലി മീറ്റ് 2021 എന്ന് പറഞ്ഞിട്ട് അത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ യെല്ലോ കളർ, കുറച്ച് വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടും ഞാൻ ഇടയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഒരു കളർ മാത്രം ആകുമ്പോൾ ഒരു ഭംഗിയിട്ടില്ല വിചാരിച്ചിട്ട് യെല്ലോ കളറിലും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ വരച്ചു കൊടുത്ത ശേഷം പിന്നെ സൈഡ് പോർഷനിലൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു 2 കളറിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ അത്ര ഈസി ആയിരിക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ശ്രദ്ധിച്ചിട്ട് സൈഡ് പോർഷനും ഇതുപോലെ തന്നെ വലിച്ചിട്ട് ഫ്ലവറാക്കി എടുക്കുക. പിന്നെ ലീഫ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളറിൽ ഞാൻ ഗ്രീൻ കളർ, ലീഫ് ഗ്രീൻ കളർ, ജെൽ കളറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതുപോലെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു എന്താവും ലീഫിൻ്റെ രീതിയിൽ നമുക്ക് ആ ഒരു കളറും കൂടെ വരുമ്പോൾ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലൊക്കെ അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടാൽ മതി, എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ആ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു വേറെ ടൈപ്പിലുള്ള സ്പാച്ചുലയും കിട്ടും, ഇങ്ങനെ അഗ്രഭാഗം ഇങ്ങനെ കൂർപ്പുള്ള ടൈപ്പിൽ. അത് വെച്ചിട്ടും നമുക്കിങ്ങനെ ഈ ഒരു ലീഫൊക്കെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു വേറെ ഭംഗിയുള്ള ചെറിയ രീതിയിലുള്ള ഒരു ലീഫായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ പേര് എഴുതിയില്ലേ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആ റെഡ് കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിലായിട്ട് വൈറ്റ് ചെറിയ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ക്രീമൊന്ന് ഇങ്ങനെ ഗ്രീൻ ക്രീം വെച്ചിട്ട് ഈ ഒരു സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് കുഞ്ഞ് ലീഫ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പോർഷനിൽ. അപ്പോൾ അതും കൂടെ ആയാൽ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ മേഡത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കോട്ടക്കുന്ന് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അങ്ങനെ കേക്കും കൊണ്ട് പോവുകയാണ്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എൻ്റെ അടുത്തല്ലേ മെയിനായിട്ടുള്ള ഐറ്റം ഇരിക്കുന്നത്, എല്ലാവരും വെയിറ്റിങ്. അപ്പോൾ അവിടെ എത്തി മേഡത്തിനുമായിട്ടൊക്കെ സംസാരിച്ച് കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം. കുട്ടികളുടെ പ്രിയപ്പെട്ട മേഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മോളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മോളുടെ ചാനലിൻ്റെ പേര് റിമാമി കിഡ്സ് എന്നാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് ശരിയാക്കാം. പിന്നെ കുട്ടികൾക്ക് മാത്രമേ ഞാൻ ചക്കര കൊടുക്കാറുള്ളൂ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് വരാം. ചക്കര ഉമ്മ നമ്മളൊക്കെ വീഴുന്നത് അല്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കൊടുക്കുവോ? എത്രത്തോളം
സ്നേഹം മനസ്സിലായി. 2 ആഴ്ച ഉണ്ടാവും പറയാൻ പറ്റില്ല. അത്രയും സന്തോഷം. അതല്ല നിങ്ങളുടെ വർക്കൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ പറയും ഫോൺ ഹാങ് ആവോ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞപ്പോ നിങ്ങൾ അതിനുള്ളിൽ കൂടെ പണി അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്